നാളെ ഫെബ്രുവരി 1 നാളെ ആയിരിക്കും അമേരിക്കയുടെ അറ്റാക്ക് എന്നാണ് ഇപ്പം പല ഇന്റർനാഷണൽ ന്യൂസ് ചാനലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാളത്തോടു കൂടി ആയിരിക്കും ഇറാന് കൊടുത്തിട്ടുള്ള അവസാന ദിവസം, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ള, ട്രംപ് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസാന ദിവസം ഇന്നത്തോടെ കഴിയും. നാളെയും മറ്റന്നാളും, അതായത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ചില ന്യൂസുകൾ കണ്ടു. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ കണ്ട കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് മാത്രം. അത് മാത്രമല്ല, ഇതേ സമയം ഇന്നലെ ഇറാന്റെ സൈഡിൽ നിന്ന് അമേരിക്കൻ എംബസികളുള്ള, പ്രത്യേകിച്ച് ഖത്തർ, UAE, സൗദി എന്നീ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഭരണത്തിന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ എംബസീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ അറ്റാക്ക് ഉണ്ടാകും. അതായത് സൈനിക ബേസുകളിൽ മാത്രമല്ല, അമേരിക്കൻ എംബസീസിലും അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ ഇൻവെസ്റ്റ് ചെയ്തുള്ള പ്രൊജക്റ്റുകളിലും ഉണ്ടാവും എന്നുള്ള ഒരു താക്കീത് പോലെ ഒരു ഇന്നലെ ഇറാന്റെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, റഷ്യ ഇതിൽ എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ട്. കുറേ ആളുകൾ പറഞ്ഞു ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളൊക്കെ ഇറാൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ. അത്തരത്തിലുള്ളൊരു ന്യൂസുകളൊന്നും, പ്രോപ്പറായിട്ടുള്ളൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ന്യൂസുകളൊന്നും എവിടെയും കണ്ടിട്ടില്ല. അതിന് പകരം ഇവർ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തോട്ട് വന്നിരുന്നു 2-3 ദിവസം മുമ്പത്തെ കാര്യമാണത്. അത് മാത്രമല്ല, ഇറാന്റെ സൈഡിൽ നിന്ന് മറ്റൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. ഇറാൻ നാളെ ഞായറാഴ്ച ഹോർമോസ് കടലിടുക്കുകളിൽ അവരുടെ ഒരു സൈനിക അഭ്യാസം നാളെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഏത് രീതിയിലാണ്, അത് ഒരു സൈനിക അഭ്യാസം മാത്രമാണോ, അല്ലെങ്കിൽ നാളത്തെ അമേരിക്കയുടെ അറ്റാക്ക് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു ഏർലി മൂവ് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന മറ്റ് കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന രീതിയിലോ അല്ലെങ്കിൽ വഴി തടയുന്ന രീതിയിലോ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ പാടില്ല എന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇറാന് ഒരു മുന്നറിയിപ്പും കൂടെ ഇന്ന് പോയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ തമ്മിൽ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അതല്ലാണ്ട് ഇതിന്റെ പിന്നിൽ ഇരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാട്ടോ. The source tells Iran International that decision-making circles have moved past whether a military strike will happen and are now focused only on when. The scenario being discussed, the source claims, would be unprecedented, aimed not at negotiation, but at delivering a decisive blow to Iran's governing structure. A campaign, he says, unlike anything Iran has faced before. അതായത് ഇന്ന് വ്ളാഡിമിർ പുടിൻ വന്നിട്ട് ഒരു പത്രസമ്മേളനം പോലെ കുറച്ച് പ്രസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 31-ാം തീയതി. അതിൽ പുള്ളി പറഞ്ഞത് കഴിഞ്ഞ ഒരു 2025 ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് സൈനിക ഈ ആയുധ ഡീലിങ്സിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 15 ബില്യൺ USD വരുന്ന ആയുധ ഡീലിങ്സ് കഴിഞ്ഞ വർഷം മാത്രം ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ചില രാജ്യങ്ങൾക്ക് ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്, മറ്റ് സൈനിക സപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഇയർ ആയിരുന്നു റഷ്യയുടെ. അതായത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഒരു വല്ലാത്തൊരു മുന്നറിയിപ്പാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പല രാജ്യങ്ങൾക്കും ചൈന അല്ലെങ്കിൽ അമേരിക്കക്കുള്ളൊരു മുന്നറിയിപ്പാണോ എന്നറിയില്ല. അതായത് ഞങ്ങൾ പലതും ഇറാന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് പോലെ ഇന്ന് തന്നെ വന്നിട്ട് അത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റ് പുടിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. Western nations and our partners has persisted and even intensified, specifically to impede and block their commercial and business connections with Russia. However, despite all these attempts, our export contracts were generally steadily fulfilled. Russian military products were supplied last year to more than 30 countries worldwide. And foreign exchange earnings exceeded $15 billion. അത് മാത്രമല്ല, കമ്പനിയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായിട്ടുള്ള അലി ലാരിജാസി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. പുള്ളിയുടെ, അതായത് കമേനിയുടെ ഉപദേഷ്ടാവാണ്. പുള്ളി കഴിഞ്ഞ ദിവസം റഷ്യയിലെ വ്ളാഡിമിർ പുടിനായിട്ടൊരു മീറ്റിംഗ്, ഒരു രഹസ്യ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വാർത്തകളും പുറത്തോട്ട് വരുന്നുണ്ട്. അത് എന്തിനാണ്, അല്ലെങ്കിൽ അതിൽ മറ്റു തരത്തിലുള്ള വേറെ വല്ല ഡിസ്കഷൻസും കാര്യങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വാറിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണോ, അതെല്ലാം മറ്റു വല്ല ഡീലിങ്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നണോ എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, അമേരിക്ക ഈ ഉപദേഷ്ടാവ്, അതായത് അലി ലാരിജാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉപദേഷ്ടാവിനെ ഉപരോധം ഏൽപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ഇവിടുത്തെ ഇറാനിൽ നടക്കുന്ന ഈ മൊത്തം പ്രശ്നങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തിയിട്ടുള്ള, അതായത് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവിടുത്തെ മൊസാദും അല്ലെങ്കിൽ CIA-യും ഈ പറഞ്ഞ ഇത്തരം ചിന്തകളുള്ള ആളുകൾക്ക് അവർക്കെതിരെ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബുദ്ധി പ്രയോഗിച്ചത് പുള്ളിയാണ്. അതുകൊണ്ട് അയാൾക്ക് അമേരിക്ക ഒരു ഉപരോധം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ റഷ്യയുടെ ഇന്നത്തെ വ്ളാഡിമിർ പുടിൻ്റെ ഈ ഒരു പ്രസ് മീറ്റും അതിൻ്റെ കൂടെ ഈ ഒരു കൂടിക്കാഴ്ചയും എല്ലാം കൂടെ നോക്കുമ്പോൾ നാളെ ഇറാന്റെ ഹോർമോസ് കടലിടുക്കിലെ സൈനിക അഭ്യാസവും നാളെ തന്നെ ആയിരിക്കും അമേരിക്ക, അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ ആയിരിക്കും അമേരിക്കയുടെ അറ്റാക്ക് എന്നുള്ള ന്യൂസും കൂടെ കണക്ട് ചെയ്യുമ്പം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കേട്ടറിയുക, നമ്മൾ ആരും അവിടെ പോയിട്ട് കാണുന്നില്ല ഒന്നും, അല്ലെങ്കിൽ ഇവരുടെ ആരുടെ ഇടയിലല്ല. പക്ഷെ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും. The warnings circulated behind closed doors as the Ayatollah Khamenei aide held a high-level meeting with Russian President Vladimir Putin in Moscow.
The meeting, confirmed by the Russian presidency, came without public details, fueling speculation over its timing and intent. Larijani is no ordinary envoy. He is a senior advisor to Iran's supreme leader. കാരണം ഞാനിപ്പോൾ ഈ ന്യൂസ് തന്നെ ചെയ്യുന്നതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരുപാട് സമയം ഇരുന്നിട്ടാണ് പല ന്യൂസുകളും പല ഇതിനെപ്പറ്റി സംബന്ധിച്ചിട്ടുള്ള പല വാർത്തകൾ എടുത്ത് വെച്ചിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പല പോയിന്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട്. അപ്പം എനിക്ക് കിട്ടുന്ന ഞാൻ അറിയുന്ന രീതിയിൽ എൻ്റെ ഒരു ഇതാട്ടോ നിഗമനം പോലെ തോന്നുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളായിട്ട് ഇതിനൊരു അതായത് യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചാൻസ് നാളെയോ മറ്റന്നാളോ തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മറ്റൊരു ന്യൂസ് കൂടെ കണ്ടു. അതായത് ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പം ഓൾറെഡി ഇവർ എന്താ പറയുക ആണവ പരീക്ഷണം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരുടെ കയ്യിൽ ആണവ ആയുധം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വലിയ വലിയ ന്യൂസുകളാട്ടോ കാണുന്നത്. ഇതിനിവർ അതായത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചില ന്യൂസുകൾ ഉണ്ടാവില്ല, ഇപ്പം പെയ്ഡ് ന്യൂസുകളായിട്ട് ചെയ്യുന്നതാണോ അറിയില്ല. അത്രയും പക്ഷേ ഇൻ്റർനാഷണൽ ന്യൂസുകളാണ്. അങ്ങനത്തെ ന്യൂസുകൾ ചില ഇമേജസ് ഒക്കെ വെച്ചിട്ട് അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി ഇല്ല നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം ബോംബിട്ട് തകർത്ത ചില ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും അവിടെ എന്താ പറയുക അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ഇതാ ഇറാൻ ഓൾറെഡി എല്ലാം നേടിക്കഴിഞ്ഞു, സമ്പുഷ്ടീകരണം കഴിഞ്ഞിട്ടുണ്ട്, യുറേനിയത്തിൻ്റെ ഓൾറെഡി ആണവായുധമായിട്ടുണ്ട് എന്നുള്ള ചില ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. അതും നമുക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും നമ്മൾ തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങളല്ല. അപ്പം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപിക്കുക, അതുപോലെ ഇറാൻ്റെ റജീം അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാക്കളുള്ള സ്ഥലത്തോട്ടൊക്കെ മിസൈൽസും അല്ലെങ്കിൽ ഒരു എയർ സ്ട്രൈക്കും നടത്തിയിട്ട് ഇറാനെ കംപ്ലീറ്റ്ലി തീർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ഉദ്ദേശം. തിരിച്ച് ഇറാൻ ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ ഈ പറഞ്ഞ കപ്പൽ പടക്കെതിരെ ഒരു അറ്റാക്ക്, പ്ലസ് അമേരിക്കയുടെ അലയൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളിൽ അമേരിക്കയുടെ എംബസീസിനും അമേരിക്കയുടെ യുദ്ധ ബേസുകൾക്കും അമേരിക്കയുടെ പ്രോപ്പർട്ടീസ് അവിടെയുള്ള പ്രോജക്റ്റുകളെക്കൊക്കെ എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ സൈഡ് എന്നുള്ളത്. പിന്നെ നേരെ ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് ടെലവീവിലോട്ടായിരിക്കും. അപ്പം ഇസ്രായേൽ ഇതുവരെ മിണ്ടാണ്ടിരുന്നിട്ടെങ്കിലും ഇസ്രായേൽ കംപ്ലീറ്റ്ലി അമേരിക്കനെ തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ അവരുടെ സൈഡിൽ നിന്നും ഒരു അറ്റാക്ക് ഇറാനിലോട്ട് കൊണ്ടുവരും. തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഇത്തരം സ്ഥലങ്ങളിലോട്ടായിരിക്കും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതെങ്കിലും മറ്റു വല്ല ഡീറ്റെയിൽസ് വാർത്തകളോ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും.